സിംഗപ്പൂരിന്റെ സമഗ്ര വളർച്ച മറ്റു രാജ്യങ്ങൾക്കും മാതൃകയെന്ന് ഫ്രാൻസിസ് പാപ്പ. വിവിധ വർണ്ണങ്ങളുള്ള ചിത്രവേല പോലെയാണ് സിംഗപ്പൂർ. നിരവധി ജനതകളുടെ സംഗമവേദിയാണ് സിംഗപ്പൂർ എന്ന നഗരങ്ങളുടെ രാജ്യമെന്ന് പാപ്പ പറഞ്ഞു. ഇവിടെ വിവിധ വർഗങ്ങളും സംസ്കാരങ്ങളും മതങ്ങളും ഉണ്ട്. എന്നാൽ അവയെല്ലാം ഐക്യത്തിലാണ് ജീവിക്കുന്നതെന്നും പാപ്പ അനുസ്മരിച്ചു. അപ്പസ്തോലിക സന്ദർശനത്തിനിടെ സിംഗപ്പൂരിൽ രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കളും വിവിധ രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളും ഒന്നിച്ചുള്ള സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു മാർപ്പാപ്പ. നാഷണൽ യൂണിവേഴ്സിറ്റി സാംസ്കാരിക കേന്ദ്രത്തിലായിരുന്നു സമ്മേളനം. പരസ്പര ബഹുമാനവും സഹകരണവും സംവാദങ്ങളും തങ്ങളുടെ വിശ്വാസം പാലിക്കാനുള്ള സ്വാതന്ത്ര്യവുമാണ് സംഘർഷങ്ങളും അരാജകത്വവും ഒഴിവാക്കി തുല്യതയും സുസ്ഥിരതയുമുള്ള വികസനത്തിലേക്കെത്താൻ സിംഗപ്പൂരിനെ സഹായിക്കുന്നത്. സമാധാനം തകർക്കുന്ന തീവ്രവാദ ചിന്തകളോ അസഹിഷ്ണുതയോ വളർന്നുവരാൻ അനുവദിക്കാതെ ഏവർക്കും സമൂഹത്തിന്റെ പൊതുവായ വളർച്ചയിൽ പങ്കുവഹിക്കാൻ കഴിയുന്ന രീതിയിൽ ഏവരെയും ഉൾക്കൊള്ളുന്ന സാമൂഹ്യസ്ഥിതി ഇവിടെ വളർന്നു വരികയും തുടർന്നുകൊണ്ടു പോകാനും സാധിക്കുന്നു. ഏവരോടും ക്രിയാത്മകമായ സംവാദങ്ങൾ ഉറപ്പാക്കുന്ന നിഷ്പക്ഷമായ അധികാര വ്യവസ്ഥിതി ഉള്ളതുകൊണ്ടാണിതെന്ന് പാപ്പ പറഞ്ഞു. രാജ്യപുരോഗതിയും വ്യാവസായിക വളർച്ചയും പാപ്പ പ്രത്യേകം പരാമർശിച്ചു. ലളിതമായ തുടക്കത്തിൽ നിന്ന് വലിയൊരു പുരോഗതിയിലേക്ക് സിംഗപ്പൂർ എത്തിയത് യാദൃശ്ചികമല്ല. അത് ബുദ്ധിപൂർവമായ തീരുമാനങ്ങളുടെ ഫലമാണെന്നും പാപ്പ പറഞ്ഞു. സിംഗപ്പൂരിന്റെ വളർച്ച സാമ്പത്തിക മേഖലയിൽ മാത്രമല്ല, സാമൂഹ്യനീതിയും പൊതുനന്മയും ഉറപ്പാക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിൽ രാജ്യം ഏറെ മുന്നോട്ടു പോയിട്ടുണ്ടെന്നും പാപ്പ പറഞ്ഞു. എന്നാൽ പ്രായോഗികമായ സൗകര്യങ്ങളും കഴിവുകളും നോക്കി ആളുകൾക്കിടയിൽ വേർതിരിവുകൾ ഉണ്ടാകാനും ആരും സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകാനും ഇടയാകാതിരിക്കട്ടെ എന്ന് പാപ്പ ആശംസിച്ചു. നിർമ്മിത ബുദ്ധിയും സാങ്കേതിക വിദ്യയും വളർന്നുവരുന്ന ഇക്കാലത്ത് മാനുഷിക ബന്ധങ്ങൾ ഉറപ്പാക്കാൻ നാം മറന്നു പോകരുത്. ശാസ്ത്ര വികസനം മനുഷ്യരെ സാങ്കല്പികമായ യാഥാർത്ഥ്യങ്ങളിൽ തളച്ചിടാതെ അവരെ പരസ്പരം അടുപ്പിക്കാൻ സഹായിക്കട്ടെ എന്നും പാപ്പ പറഞ്ഞു. കത്തോലിക്ക സഭയുടെ സേവനവും കുടുംബങ്ങളുടെ പ്രാധാന്യവും സഹവർത്തിത്വ മനോഭാവത്തോടെയുള്ള ജീവിത വളർച്ചയും പാപ്പ എടുത്തു പറഞ്ഞു. മിഷണറിമാരുടെയും വിശ്വാസികളുടെയും ത്യാഗത്തിന്റെയും സമർപ്പിത മനോഭാവത്തിന്റെയും പിൻബലത്തോടെ സിംഗപ്പൂരിലെ കത്തോലിക്ക സഭ ആദ്യകാലം മുതൽ രാജ്യപുരോഗതിക്കായി തങ്ങളുടെ പങ്കുവഹിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് പാപ്പ പറഞ്ഞു. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ ഈ പരിശ്രമങ്ങൾ വ്യക്തമാണ്. യേശുക്രിസ്തുവിന്റെ സുവിശേഷത്താൽ പ്രേരിതരായി കാരുണ്യ പ്രവർത്തന മേഖലയിലും കത്തോലിക്ക സമൂഹം മുൻപന്തിയിലുണ്ട്. മാനവിക സഹായമേകിയും നിരവധി ആരോഗ്യ പരിപാലന സ്ഥാപനങ്ങൾ നടത്തിയും കാരിത്താസ് പോലെയുള്ള മാനവിക പ്രസ്ഥാനങ്ങൾ നയിച്ചുമാണ് സഭ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത്. പരിശുദ്ധ സിംഹാസനവും സിംഗപ്പൂരും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിക്കപ്പെട്ടതിന്റെ 43-ാം വർഷത്തിലാണ് താൻ രാജ്യത്തെത്തിയതെന്ന് പാപ്പ പറഞ്ഞു. തന്റെ സന്ദർശനം കത്തോലിക്കരെ അവരുടെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതിനും സന്തോഷത്തോടെയും സമർപ്പണ മനോഭാവത്തോടെയും ആരോഗ്യപരവും ഒത്തൊരുമയുമുള്ള ഒരു പൊതുസമൂഹത്തിന്റെ സൃഷ്ടിക്കായി നല്ല മനസ്സുള്ള ഏവരുമായി യോജിച്ച് പ്രവർത്തിക്കുന്നതിൽ തുടരാൻ ആഹ്വാനം ചെയ്യാനാണ്. പൊതുനന്മ ലക്ഷ്യം വെച്ചും തങ്ങളുടെ വിശ്വാസത്തിന് വ്യക്തമായ സാക്ഷ്യമേകുന്നതിനുമാണ് ഇത്തരമൊരു ആഹ്വാനം. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആദ്യം പഠിക്കുന്ന കുടുംബങ്ങളുടെ പ്രാധാന്യം പാപ്പ പ്രത്യേകം പരാമർശിച്ചു. ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ കുടുംബത്തിന്റെ അടിസ്ഥാനങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും ഭീഷണി നേരിടുകയും ദുർബലമാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സമയത്തിലൂടെയാണ് മാനവികത കടന്നു പോകുന്നതെന്ന് പാപ്പ പറഞ്ഞു. ജീവിതത്തിന് അർത്ഥവും രൂപവും നൽകുന്ന മൂല്യങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നുവെന്ന് ഉറപ്പാക്കാൻ ഏവരെയും ആഹ്വാനം ചെയ്തു. സംഘർഷങ്ങളും രക്തരൂക്ഷിത യുദ്ധങ്ങളും അന്താരാഷ്ട്ര വ്യവസ്ഥയ്ക്ക് ഭീഷണി ഉയർത്തുന്ന ഇക്കാലത്ത് നല്ല ഒരു അന്താരാഷ്ട്ര ക്രമം ഉറപ്പാക്കുന്നതിൽ സിംഗപ്പൂരിന് കൃത്യമായ ഒരു പങ്കുവഹിക്കാനുണ്ടെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. ബഹുമുഖ രാജ്യബന്ധങ്ങളും ഏവരും അംഗീകരിക്കുന്ന നിയമങ്ങളിൽ അടിസ്ഥാനമിട്ട ഒരു വ്യവസ്ഥയും ഉറപ്പാക്കുന്നതിനായുള്ള സിംഗപ്പൂരിന്റെ ശ്രമങ്ങളെ പാപ്പ ശ്ലാഘിച്ചു. മാനവികതയുടെ ഐക്യത്തിനും സാഹോദര്യത്തിനുമായി പ്രവർത്തിക്കുന്നത് തുടരാൻ ഏവരോടും ആവശ്യപ്പെട്ടു.